എല്ലാവർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മൗനരാഗം സീരിയലിൻ്റെ ഈ വരുന്നൊരാഴ്ചയിലെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ മനു വളരെ വിദഗ്ധമായിട്ട് നിഷയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ്. അപ്പം അവിടെ നിന്നിരുന്ന കല്യാണിയും അതുപോലെ തന്നെ മേഘ്നയും കൂടി ചെറുക്കനെ കാണാതെ അവർ വലിയ വിഷമത്തിൽ അവിടുന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിഞ്ഞു. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് വധുവിനെയും കൂട്ടിയിട്ട് മനു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വാടക വീട്ടിലേക്ക് വരുന്ന ആ ഒരു കാഴ്ച തന്നെയാണ്. അങ്ങനെ അവിടെ എത്തിയതും സനലാണെങ്കിലോ മനുവിൻ്റെ അടുത്ത് പറഞ്ഞു, അതെ മനു, നിൻ്റെ ഭാഗ്യം തന്നെയാണിത്. ദേ ഇതുപോലെയുള്ളൊരു കുട്ടിയെ കിട്ടിയല്ലോ, അതും എന്തോരം സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. എടാ, നീ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവളുടെ വീട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല കാര്യത്തിന് തന്നെ അടിച്ചു മാറ്റാനൊക്കെ പറ്റും. അങ്ങനെ ഇവന്മാർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിലോ വധുവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന ഇവൻ സെറ്റാക്കി വെച്ചിരിക്കുന്ന ആ ആൾക്കാരൊക്കെ കൂടെ ചേർന്ന് ആരതിയൊക്കെ ഒഴിഞ്ഞ് ഇവരകത്തോട്ട് കയറ്റുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ വധുവിന് ഭയങ്കര ഒരു ടെൻഷൻ, അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ അടുത്ത് നിന്ന് പിരിഞ്ഞു നിന്നതിൻ്റെ ഒരു സങ്കടം. അങ്ങനെ അവൾ തനിച്ച് റൂമിലിരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ മനു അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, എന്താ മോളിന് എന്താ പറ്റിയത്? ദേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ റോണിയേട്ടൻ നിൻ്റെ ഒപ്പം ഇല്ലേ? നിൻ്റെ സങ്കടങ്ങളൊക്കെ ഇനി നിനക്ക് എന്നോട് പറയാമെന്നൊക്കെ പറഞ്ഞു. അത് ഒന്നുമില്ല, ഞാനങ്ങനെ വീട്ടിൽ നിന്ന് മാറിയൊന്നും നിന്നിട്ടില്ല, അതിൻ്റെ ചെറിയൊരു ടെൻഷനാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ സരയുൻ്റെ കോള് വരികയാണ്. സരയു വിളിച്ചതും മനുവിനാണെങ്കിലോ ഭയങ്കര ഒരു വെപ്രാളം. എന്ത് ചെയ്യണമെന്ന് ആൾക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ അവളെ അവിടെ തനിച്ചിരുത്തി. പിന്നീടാണെങ്കിലോ ഞാനേ ഇപ്പോൾ വരാട്ടോ, എനിക്ക് അർജൻറ്റായിട്ട് ഒരു കോള് ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് അവൻ അവിടുന്ന് മാറി നിന്ന് സംസാരിക്കുകയാണ്. പിന്നീട് നമ്മുടെ സരയു ചോദിച്ചു, മനുവേട്ടൻ ഇത് എവിടെയാണ്? എത്ര നേരമായി ഞാൻ മനുവേട്ടൻ്റെ വിളിയും കാത്തിരിക്കുന്നു. ആ പറയും മോളൂന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് സരയുൻ്റെ അടുത്ത് വലിയ കാര്യത്തിന് സംസാരിക്കുകയാണ് മനു. ഈ സമയത്താണെങ്കിലും നമ്മുടെ നിഷയാണെങ്കിൽ ഇവൻ്റെ ഈ ഒരു കാര്യങ്ങളും ഇവനിത് എന്താണ് മാറി നിൽക്കുന്നത് എന്നുമൊക്കെ ആലോചിച്ച് അവൾ വളരെ സങ്കടത്തിലിരിക്കുമ്പം വൈകുന്നേരം ആ ഒരു ടൈമായി. അവരുടെ വീട്ടിൽ നിന്നും ഇവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് പോകണമല്ലോ. ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളും ഒക്കെ വധുവിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി അവളുടെ അച്ഛനും അമ്മയും ഒക്കെ അങ്ങോട്ട് എത്തി. അങ്ങനെ ഇവർ നമ്മുടെ മനുവിൻ്റെ എത്രാമത്തെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന് അവന് പോലും നിശ്ചയമില്ല. അങ്ങനെ പുള്ളിക്കാരൻ ആ ഒരു രാത്രി അങ്ങ് ആഘോഷമാക്കാനായിട്ട് നിഷയുടെ വീട്ടിലെത്തുകയാണ്. അവിടെ ചെന്നതും അമ്മായിയപ്പനാണെങ്കിൽ ഭയങ്കര സ്വീകരണം. നമ്മുടെ മനുവിനോട് പറഞ്ഞു, മോനെ, നിന്നെ പോലെയുള്ളൊരു മരുമോനെ കിട്ടിയത് ദേ എൻ്റെയും എൻ്റെ മോളുടെയും ഒക്കെ എന്തോ ഒരു ഭാഗ്യം തന്നെയാണ്. നിനക്കറിയാമല്ലോ എൻ്റെ മൂത്ത മോള് മേഘ്നയുടെ കാര്യം. അവളിന്ന് വിവാഹം നടന്ന സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ഈ കാര്യങ്ങളൊക്കെ ഇവൻ്റെ അടുത്ത് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ നിഷ അങ്ങോട്ട് വന്നു. അപ്പോൾ അവൾ വന്നിട്ട് പറഞ്ഞു, എന്തിനാച്ചാ വെറുതെ ആവശ്യമില്ലാത്ത ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ എൻ്റെ റോണിയേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നത്? ദേ എൻ്റെ ഏട്ടൻ അവരെ ഒന്നും ഇഷ്ടമല്ല. പോട്ടെ എത്രയൊക്കെ വന്നാലും മോളുവിൻ്റെ കൂടെപ്പറപ്പല്ലേ അവൾ, വന്ന് കണ്ടെങ്കിൽ കണ്ടിട്ട് പോട്ടെ എന്ന് പറഞ്ഞു. ആശാനാണെങ്കിൽ ആ കല്യാണ സമയത്ത് പരക്കം പാഞ്ഞത് അവന് മാത്രമല്ലേ അറിയുള്ളൂ. അങ്ങനെ അവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ വാചകം അടിച്ച് നിൽക്കുകയാണ്. ഈ സമയമാണെങ്കിലോ നമ്മുടെ നിഷ പറഞ്ഞു, അതെ എനിക്ക് എന്തായാലും എൻ്റെ ചേച്ചിയെ കാണുന്നതും അവൾ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതും ഒന്നും തീരെ ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ല. പിന്നെ എനിക്ക് സംസാരിക്കാനുള്ളത് വേറൊരു കാര്യമാണ്. അല്ല, നമ്മൾ എവിടെയൊക്കെയോ ഹണിമൂണിന് പോകുമെന്ന് പറഞ്ഞിട്ട് എവിടെയാണ് നമ്മൾ പോകുന്നതെന്ന് പ്ലാൻ വല്ലതും ചെയ്തോ എന്ന് ചോദിക്കുമ്പം, ഇല്ല എല്ലാം എൻ്റെ മോളൂന് ഞാൻ വിട്ടു തന്നിരിക്കുക. മോളൂൻ്റെ ഇഷ്ടം പോലെ തന്നെ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞ് ഇവൻ അവളെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു രാത്രി നമ്മുടെ മനുവും അതുപോലെ തന്നെ നിഷയും തമ്മിൽ അവരുടെ ആ ഒരു ഫസ്റ്റ് നൈറ്റ് അങ്ങ് എൻജോയ് ചെയ്യുകയാണ്. പിന്നീടാണെങ്കിലോ ഇവിടെ നിന്നതും അതുപോലെ തന്നെ നമ്മുടെ മനുവിൻ്റെ ആ ഒരു സംസാരത്തിലും എന്തൊക്കെയോ ചെറിയ തട്ടുകേടുകളൊക്കെ തോന്നിയിട്ട് ഇവളാണെങ്കിലോ ഇവൻ്റെ രീതികളൊക്കെ വാച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴാണെങ്കിൽ മനുവേട്ടൻ പോയിട്ട് എത്ര ദിവസമായമ്മേ, മനുവേട്ടൻ്റെ ഒരു വിവരവും ഇല്ല, വിളിച്ചാലുണ്ട് ഫോണും എടുക്കുന്നില്ല. ഇനി എന്ത് ചെയ്യും? മനുവേട്ടനെ ഞാൻ എങ്ങനെയൊന്ന് കോണ്ടാക്ട് ചെയ്യാനാണെന്നും പറഞ്ഞ് നമ്മുടെ സരയു ശാരിയുടെ അടുത്ത് കംപ്ലൈൻറ്റ് പറയുകയാണ്. അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് രാഹുൽ അങ്ങോട്ട് വന്നു.
അതെ, അച്ഛൻ മനുവേട്ടൻ്റെ കൂടെ പോയതല്ലേ, വേറെ എവിടെയെങ്കിലും പോകുമെന്നോ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പം അവൻ്റെ കെട്ടും കഴിഞ്ഞ് ഇപ്പോൾ പെണ്ണും വീട്ടിൽ സുഖിച്ച് കഴിയായിരിക്കുമെന്ന് രാഹുൽ ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്. അങ്ങനെ രാഹുൽ പറഞ്ഞു, അയ്യോ എനിക്കറിയത്തില്ലല്ലോ മോളെ, ഭയങ്കര ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരുത്തനല്ലേ, അവൻ അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തിരക്കിലായത് കൊണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണെങ്കിലും നമ്മുടെ മനുവിൻ്റെ കോള് വരികയാണ്. അപ്പം സരീന് വലിയ സന്തോഷമായി കേട്ടോ. ആ മോള് പറയ്, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പം മനുവേട്ടാ ഞാനൊന്ന് പുറത്തു പോകാനിരിക്കുമായിരുന്നു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, മോള് എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മനുത സരയു വിളിച്ച പാടെ തന്നെ ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം ഇവൻ്റെ ഈ ഒരു ഫോൺ ചെയ്യലിലും കാര്യങ്ങളിലും ഒക്കെ സംശയം തോന്നിയിട്ട് നമ്മുടെ നിഷയാണെങ്കിൽ ഇവൻ്റെ പിന്നാലെ വെച്ച് പിടിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ കിരണും അതുപോലെ തന്നെ കല്യാണിയും വളരെയധികം ഹാപ്പി ആയിട്ട് നിൽക്കുക, അവരുടെ ആ ഒരു കല്ലുമോനെയൊക്കെ കളിപ്പിച്ചുകൊണ്ട്. അങ്ങനെ അവർ നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ ഈ രാഹുൽ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവനാണെങ്കിൽ സംസാരശേഷി പോലും ഇല്ലാതെ ഞങ്ങളുടെ ക്യാൻറ്റീനിൽ പണിക്ക് വന്ന് നിന്നവളാണ്, അവൾക്ക് എന്ത് ഭാഗ്യമുണ്ട്, അവളിപ്പോൾ എന്താ സ്വർഗതുല്യമായിട്ടുള്ള ഒരു ജീവിതം അതങ്ങ് ആസ്വദിക്കുകയാണ്, എൻ്റെ മകൾ ജീവിക്കേണ്ടുന്ന ജീവിതമാണ് അവൾ വെച്ച് അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇയാളിങ്ങനെ മനസ്സിലാലോചിക്കുക. കല്യാണി അവളാണ് ഏറ്റവും വലിയൊരു സാധനം, അവൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ മനസ്സിലാലോചിക്കുമ്പോഴത്തേക്കിനും കല്യാണിയും കിരണും വലിയ കാര്യത്തിന് അവരുടേതായിട്ടുള്ള രീതിയിൽ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഇയാളുടെ ഈ ഒരു ദുഷ്ടലാക്ക് കൊണ്ടായിരിക്കണം സകല പണിയും പുള്ളിക്കാരൻ്റെ മകൾക്ക് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങൾ നടക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ സരയു പറഞ്ഞ അനുസരിച്ച് നമ്മുടെ മനു ആണെങ്കിലോ അവൻ ആ ഒരു സ്ഥലത്തെത്തി. അവിടെ എത്തിയതും ഒരു ഓഫീസും ബാക്കി കാര്യങ്ങളും അപ്പോൾ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അവൻ വന്നിരിക്കുന്നത്. അപ്പം ഇവനെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ നിഷ അങ്ങ് വരുന്നത് ഈ മനു കാണുകയാണ്. അപ്പം ശരിക്കും പുള്ളിക്കാരനൊന്ന് വരണ്ടു. ഈശ്വര, ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കെന്ന് പറയുന്നത് പോലത്തെ ഒരു അവസ്ഥയിൽ അവൻ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സരയു മോളെ നീ ഈ റൂമിലൊന്ന് റെസ്റ്റ് ചെയ്തേ, മനുവേട്ടൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് സരയുവിനെ ആ റൂമിൽ കയറ്റിയിട്ട് പുറത്ത് നിന്ന് വാതിൽ ചാരി അങ്ങോട്ട് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ കിട്ടിയതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് ഒരു നൈറ്റിയാണ് കിട്ടിയത്. അവിടെ ഒരുപാട് തുണിക്കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു നൈറ്റിയൊക്കെ ഒപ്പിച്ചുകൊണ്ട് നമ്മുടെ മനു ആണെങ്കിലും അതിട്ട് ഓടാൻ തുടങ്ങുന്ന ആ ഒരു സമയം ദാ വന്ന് നിൽക്കുകയാണ് നമ്മുടെ സരയു. അങ്ങനെ സരയുവിൻ്റെ മുന്നിൽ തന്നെ വന്ന് പെട്ട് നിൽക്കുന്ന നമ്മുടെ മനുവിനെ കാണിക്കുകയാണ്. അപ്പോൾ മനുവിനും അതുപോലെ തന്നെ നിഷയ്ക്കും തമ്മിലുള്ള ബന്ധം സരയു എന്താണ്ട് കണ്ടുപിടിച്ച ഒരു അവസ്ഥയിലാണ് കാണിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ അടുത്ത ദിവസം മുതൽ ഇടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, ഗുഡ് നൈറ്റ്.